യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ ആ ശുശ്രൂഷയുടെ ഭാഗമായി നിന്നുകൊണ്ട് ദൈവവചനം പ്രാർത്ഥിക്കുന്ന, ശ്രദ്ധിക്കുന്ന സമയമാണ്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ധ്യാനത്തിന് പോയ സ്ഥലത്ത് ഒരാൾ പറഞ്ഞൊരു സാക്ഷ്യം ഇങ്ങനെയാണ്: ഞാൻ എല്ലാ ദിവസവും രാവിലെ കേൾക്കുന്ന വചനത്തിലൂടെ എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിൽ അർപ്പിക്കും. അന്നു മുതൽ എനിക്ക് ഒരു കാര്യത്തിലും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല, എനിക്ക് നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും പ്രതീക്ഷയും ധൈര്യവും അനുഗ്രഹവും ജീവിതത്തിൽ വരുന്ന അനുഭവമാണ്. ഞാൻ പറഞ്ഞ ഈ സാക്ഷ്യം അച്ഛൻ പറയണം. ദൈവവചനത്തിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ ഗ്രാഫ് ഉയർന്നാണ് വരുന്നത്. ദൈവത്തിനെല്ലാം മഹത്വവും. അച്ഛനിൽ ഇങ്ങനെ ഒരു ചിന്ത തന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർ ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുവാണ്. നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് അർഹരായി തീരുകയാണ്. കുറെ കൂടി ദൈവാനുഭവം നമ്മളിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ ജനത്തെ ഒരുക്കണമേ, ഈ കുടുംബത്തെ സഹായിക്കണമേ, ഈ രോഗാവസ്ഥയിൽ സൗഖ്യം കൊടുക്കണമേ, ഈ സാമ്പത്തിക പ്രശ്നത്തിനകത്ത് വിടുതൽ കൊടുക്കണമേ, പുതിയ വഴികളെ തുറക്കണമേ, പുതിയ അനുഗ്രഹത്തെ കൊടുക്കണമേ, പുതിയ നന്മകൾ ഒരുക്കണമേ, സന്തോഷം സമാധാനം നിറയ്ക്കണമേ, പ്രതീക്ഷ ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ, അനുഗ്രഹം വർദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് അനുഗ്രഹമുള്ളൊരു വചനം പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം. അതിനായി നമ്മെ തന്നെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 5-6 വചനങ്ങൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശിമയോൻ പറഞ്ഞു, ഗുരോ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, ഒന്നും ശരിയായിട്ടില്ല, ഒന്നും നടന്നില്ല, ഒന്നും ലഭിച്ചില്ല. എങ്കിലും നീ പറഞ്ഞ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങളെ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അതുപോലെ ആ വലയും വള്ളവും ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടു. നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു സങ്കടമുള്ള വാക്കാത്. ഏത്? മീൻ വല്ലതുമുണ്ടോ എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു. അല്ല, ശിമയോൻ പത്രോസിനോട് ചോദിച്ചു. അപ്പോൾ ശിമയോൻ പറയുക, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ ആ വാക്കിൽ ഒരു വേദനയുണ്ട്. ആ വാക്കിൽ ഒരു വിഷമമുണ്ട്. ആ പറഞ്ഞ വാക്കിൽ ഒരു കുഞ്ഞ് നിരാശയുണ്ട്. ആ പറഞ്ഞ വാക്കിൽ ഒത്തിരി അസ്വസ്ഥതയുണ്ട്. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. നമ്മളും ചിലപ്പോൾ പറയും, നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, എനിക്കത് ലഭിച്ചില്ല. ഒരുപാട് ധ്യാനങ്ങൾക്ക് പങ്കെടുത്തു, ലഭിച്ചില്ല. ഒത്തിരി പ്രാർത്ഥനയോടെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തു, ലഭിച്ചില്ല. ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഞങ്ങളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ലഭിച്ചില്ല. എന്നാൽ ശരിയെന്നല്ല. യേശു പറയുവാണ്, മനസ്സ് മടുക്കല്ല്, വീണ്ടും വലയിറക്കുക. അതാ എഴുതിയിരിക്കുന്നത്, വീണ്ടും വലയിറക്കുക, വീണ്ടും വലയിറക്കുക. വലയിറക്കിയപ്പോൾ ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന് വലയിറക്കിയപ്പോൾ ഒരിക്കലും ഇനിയൊന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന സ്ഥാനത്ത് ഒരു വർധനവുണ്ടായി, ഒരു നിറവുണ്ടായി, ഒരു ആനന്ദമുണ്ടായി. ഇതെന്തിനാ പ്രസംഗിച്ചെന്നറിയാമോ? വീണ്ടും വലയിറക്കാനാ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നേ. മടക്കി കെട്ടി പൂട്ടി
വള്ളവും ഒരു സൈഡിലേക്ക് ഒതുക്കി നിരാശയോടെ പോയി കിടന്നുറങ്ങാനല്ല, വീണ്ടും വലയിറക്കണം, വീണ്ടും ആ പരീക്ഷ എഴുതണം, വീണ്ടും അധ്വാനിക്കണം. ഇനി അത് ശരിയാവോ? ശരിയാകും. പൂർത്തിയാവോ? പൂർത്തിയാകും. അനുഗ്രഹിക്കുവോ? അനുഗ്രഹിക്കും. ചോദ്യചിഹ്നം വേണ്ട, ആശ്ചര്യചിഹ്നം വേണ്ട, നിരാശ വേണ്ട. ദൈവം അനുഗ്രഹിക്കും. ആ വലയും വള്ളവും അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, ആ ജീവിതത്തിന് ആനന്ദം ഉണ്ടായെങ്കിൽ, അത്ഭുതം ഉണ്ടായെങ്കിൽ, വീണ്ടും വലയിറക്കുമ്പോൾ അത് ചെന്നെത്തി നിൽക്കുന്നത് മറ്റൊരു അനുഗ്രഹത്തിലായിരിക്കും, മറ്റൊരു വിടുതലിലായിരിക്കും, മറ്റൊരു വഴി തുറക്കുന്ന അനുഭവത്തിലായിരിക്കും. ഇനി ഇത് കേട്ടപ്പോൾ ശിമോൻ പത്രോസ് പറഞ്ഞെന്നിരിക്കട്ടെ, ഞാനിനി ഒരു വലയിറക്കാനുമില്ല, ഒരു അധ്വാനിക്കാനുമില്ല. ആര് പറഞ്ഞാൽ ഞാൻ മടുത്തു, എൻ്റെ കൈയും കാലും കുഴയാൻ തുടങ്ങിയിട്ടുണ്ട്, ഉറക്കളച്ചത് മിച്ചം. അങ്ങനെ അതിനെ തലതിരിഞ്ഞ ചിന്തയോടെ അതിനെ എടുത്തിരുന്നെങ്കിൽ ഈ അത്ഭുതമോടെ നടക്കില്ലായിരുന്നു. പ്രിയരെ, ഇനി ഞാൻ വചനം കേൾക്കുന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഒരു നിയോഗ പ്രാർത്ഥന ഞാൻ കൂടുന്നില്ല, ഓരോ ഡെയിലി ബ്ലെസ്സിങ് ഞാൻ കൂടുന്നില്ല, കൂടിയിട്ടൊന്നും ശരിയായില്ല. യേശു നിന്നോട് പറയുന്നു, വലയിറക്കുക, അധ്വാനിക്കുക, ഒന്നും കൂടെ പ്രാർത്ഥിക്കുക, ഒന്നും കൂടെ മുമ്പോട്ട് കാലെടുത്ത് വയ്ക്കുക. ദൈവം ചില നന്മകളെ നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. ആ വലയും വള്ളവും അത് അധ്വാനിച്ചവരുടെ ജീവിതവും നിറഞ്ഞു. മീൻ കൊണ്ട് വല നിറഞ്ഞു, മീൻ കൊണ്ട് വള്ളം നിറഞ്ഞു, സന്തോഷങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുമ്പോൾ അത് സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാവും, വിടുതലുണ്ടാവും, സൗഖ്യമുണ്ടാവും. ഈ വചനം ഒന്നും കൂടെ നിങ്ങളുടെ ജീവിതത്തെ ഒരനുഗ്രഹത്തിലേക്ക് നയിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ വലയിറക്കുന്നില്ല, ഇനിയൊന്നും അധ്വാനിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. കർത്താവേ, അങ്ങയുടെ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്നവർ, പ്രഭാതത്തിൽ കേൾക്കുന്നവർ, ഈ വ്യക്തി, ഈ കുടുംബം, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വലയിറക്കുമ്പോൾ, അങ്ങയുടെ നാമത്തിൽ പരീക്ഷ എഴുതുമ്പോൾ, അങ്ങയുടെ നാമത്തിൽ അധ്വാനിക്കുമ്പോൾ, അങ്ങയുടെ നാമത്തിൽ യാത്ര ചെയ്യുമ്പോൾ, അങ്ങയുടെ നാമത്തിൽ ചില ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ, അങ്ങയുടെ നാമത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുമ്പോൾ, അവിടെ അത്ഭുതങ്ങളെ കാണാൻ, അടയാളങ്ങൾ കാണാൻ, ദൈവമേ, അങ്ങയുടെ ഭാഗ്യം, അങ്ങ് നൽകുന്ന ആ ഭാഗ്യം അത് കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ നല്ല ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമുക്ക് ഈ വചനത്തിലൂടെ നിങ്ങളിന്ന് അനുഗ്രഹിക്കപ്പെടും. ഈ വചനത്തിലൂടെ മറ്റൊരനുഗ്രഹം നിങ്ങളിൽ വരും. ഈ വചനത്തിലൂടെ സൗഖ്യം ഉണ്ടാകും. മനസ്സിലെ നിരാശ മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, ആരോഗ്യത്തിൽ, ആയുസ്സിൽ, നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥാനത്ത്, വിദ്യാഭ്യാസത്തിൽ, ജോലിയിൽ, സകലത്തിൻ്റെ മേലും ഒരു പുത്തൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആ വലയും വള്ളവും നിറഞ്ഞതുപോലെ ചില നന്മകൾ നിങ്ങളിൽ നിറയട്ടെ, ചില അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിലും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. സ്വർഗത്തിൻ്റെ സകല നന്മകളാലും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാസം, നവംബർ മാസം വചനം കേട്ട് പ്രാർത്ഥിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നവംബർ മാസം ഒത്തിരി ആളുകൾ പുതിയതായി വചനം കേട്ടു, ഒത്തിരി പുതിയ കുടുംബങ്ങൾ വചനം കേട്ടു, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു. ഒത്തിരി നന്ദി അറിയിക്കുവാണ്. നിങ്ങൾ നൽകിയ സ്നേഹവും പ്രാർത്ഥനയും പ്രോത്സാഹനവും ദൈവം ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നന്ദി പറയുന്നു. പുതിയൊരു മാസം, ഡിസംബർ മാസമാണ്. 1-ാം തീയതി മുതൽ, നാളെ 1-ാം തീയതിയാണ്, 25 നോമ്പ് ആരംഭിക്കുവാണ്. നമുക്കൊരു നിയോഗത്തോടെ, പ്രാർത്ഥനയോടെ ഈ ഡിസംബർ മാസം മുഴുവൻ വചനം കേൾക്കാനുള്ള വലിയൊരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇന്നേ കൂട്ടി പ്രാർത്ഥിക്കുക. ഡിസംബർ മാസത്തിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മുടങ്ങാതെ വചനം കേൾക്കാൻ, ഒരു പ്രാർത്ഥനയോടെ വചനം കേൾക്കാൻ, നോമ്പെടുത്ത് വചനം കേൾക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരു വലിയ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും തരട്ടെ. നിങ്ങൾക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കുവാണ്. ഉപവാസത്തോടെയോ നോമ്പെടുത്തോ ഒക്കെ നമുക്ക് ഈ ഡെയിലി ബ്ലെസ്സിങ് ഈ ഡിസംബർ മാസം കാണാൻ ദൈവം നമുക്കൊരു ഭാഗ്യം തരട്ടെ. നാളെ നമുക്ക് 5:30 ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ.